ADGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. PV അൻവർ ഉന്നയിച്ച സാമ്പത്തികാരോപണങ്ങൾക്ക് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും സ്വർണ്ണക്കടത്ത് ബന്ധത്തിൽ തെളിവില്ലെന്നുമാണ് റിപ്പോർട്ട്. പൂർണ്ണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം DGPക്ക് കൈമാറും. DGP തസ്തികയിലേക്ക് MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ വിവാദം കെട്ടടങ്ങും മുൻപാണ് PV അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, സ്വർണ്ണക്കടത്ത് ബന്ധം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളുടെ നീണ്ട ലിസ്റ്റാണ് ADGPക്കെതിരെ PV അൻവർ ഉയർത്തിയത്. പക്ഷേ 3 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ADGPക്കെതിരെ ഒരു തെളിവുമില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വിജിലൻസ് ക്ലീൻ ചിറ്റ് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഞാനതിൻ്റെ റിപ്പോർട്ട് കണ്ടില്ല. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഇതൊരു പ്രഹസനമാണ്. അജിത് കുമാറിനെ എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു. കോടികൾ മുടക്കി കവടിയാർ കൊട്ടാരത്തിന് സമീപം ആഡംബര വീട് നിർമ്മിക്കുന്നുവെന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പയെടുത്താണ് വീട് നിർമ്മാണം നടത്തിയതെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരോട് അജിത് കുമാർ വിശദീകരിച്ചിരുന്നു. ഇത് യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. കസ്റ്റംസിലെ ചില ഓഫീസർമാരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മുൻ മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നുമായിരുന്നു മറ്റൊരു ആരോപണം. ഇതിൽ ക്ലീൻ ചിറ്റ് മാത്രമല്ല, സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്ന നേട്ടമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റു. ഈ ഇടപാടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നായിരുന്നു മറ്റൊരാരോപണം. ഇതിൽ അജിത് കുമാർ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്ന് മാത്രമാണ് കണ്ടെത്തലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം.